ഇത് ഡിജോയുടെ ഫാദർ. അവരും ഡിജോ ഒക്കെ ഞങ്ങളുമായിട്ട് നന്നായി സഹകരിക്കുന്ന ആൾക്കാരാണ്. ഏറ്റവും നന്നായി സഹകരിക്കുകയും ഇത്തരം പ്രവർത്തനങ്ങൾ ഇടപെടുന്നത്. പിന്നെ റെയ്മണ്ട് ചേട്ടനുണ്ട്. അതൊക്കെ ഞങ്ങളെ തുടങ്ങിയ ആളും മുതൽ നമ്മളുമായിട്ടൊരു സപ്പോർട്ട് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇത്രയും കാലത്തെ പ്രവർത്തനത്തെ പറ്റി 2 വാക്ക് സാർ പറയും. കഴിഞ്ഞു ഞാൻ പാർത്തോട് ആനടി, ഞാൻ വിപരീത ഹൈസ്കൂളിൽ വാർഷികമായിട്ട് പ്രസംഗിക്കാൻ പോകണം. അപ്പോൾ പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട അച്ഛ, കൊച്ചിന് വേണ്ടിയേറ്റ് വാങ്ങിയ പ്രിയ സുഹൃത്തുക്കൾ, ഈ സംഘടനയുടെ ജീവാത്മാവും പരമാത്മാവുമായ ടോം എന്ന് പറഞ്ഞ ആളാണ്. ഒരു ടോം ഇവിടെ നല്ല പൊതുപ്രവർത്തനമായിരിക്കും സമയത്താണ് ജോലിയായി ബന്ധപ്പെട്ട് യുകെയിലേക്ക് പോകുന്നത്. അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സാധാരണ യുകെയിലൊക്കെ പോയി ഇച്ചിരി കാശൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ചെയ്യുന്ന പല പരിപാടികൾക്കും വിരുദ്ധമായിട്ട് കിട്ടുന്ന സമയം മറ്റ് ചാരിറ്റി പ്രവർത്തനത്തിലേക്ക് മാറ്റി വെച്ചു. അങ്ങനെ പോയ വഴികളും വന്ന വഴികളും മറക്കാതെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഉടമയായി. ഞാൻ ഓർക്കുന്നത് ഞങ്ങളൊക്കെ ഒന്നിച്ച് ദേവികുളത്ത് വരെ അനാഥരായ 2 ക്യാൻസർ സ്ത്രീകളെ ചികിത്സിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് റേറ്റ് കണ്ടപ്പോൾ അവിടെ പോയി ആശുപത്രി ചികിത്സിക്കുമ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കഞ്ഞിക്കുഴി പോയാണ്. എമൗണ്ട് 2-3 ലക്ഷം രൂപ, തുക ഞാൻ കൃത്യം ഓർക്കുന്നില്ല. ഏതാളും 2 കോടിയോളം രൂപ. ഞാൻ ചെയ്യുന്ന ഇവരെ പറ്റി മനസ്സിലാക്കിയിരുന്ന ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ആവശ്യത്തിന് എന്റെ മകൻ പറഞ്ഞിട്ടുള്ള ഒരു അറിവും കൂടിയാണ്. ഒരു പർപ്പസ് പറഞ്ഞാൽ ആ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ആഘോഷങ്ങളൊന്നും ചെലവൊന്നും ചുരുക്കി കിട്ടുന്ന ആ തുകയ്ക്ക് വേണ്ടി മാറ്റി വരും. അങ്ങനെ സൂചിക്കുന്ന നിശ്ചിത സമയത്ത് ഞാൻ കൊടുക്കുന്ന തുകകളാണ്. അതേ തുകയിൽ പൈസ വ്യത്യാസമില്ല, അതുപോലെ തന്നെ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത്. അത് സുത്യർഹമായി ഒരു പരാതികൾക്കിടയില്ലാതെ ഏറ്റവും എത്ര പ്രതിസന്ധികൾക്ക് ഭംഗിയാൻ നിർവഹിച്ചുകൊണ്ടിരുന്ന അതിന്റെ കാര്യങ്ങൾ ചെയ്തിരുന്ന ശ്രീബാബു ജോസഫ് ഐശ്വര്യ വിവരിച്ചതുകൊണ്ട് സത്യത്തിൽ ഈ ചിറ്റലപ്പള്ളിയോട് തമാശയുടെ വാദം പറഞ്ഞിട്ട് ചോദിച്ചു, വാട്ട് യു മീൻ ബൈ സക്സസ്, എന്താ വിജയമെന്ന് ചോദിച്ചാൽ ചിറ്റലപ്പള്ളി ചുമ്മാ പറഞ്ഞു, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടീം വർക്ക്. ഒന്നുമല്ല, ഇത് ടീം വർക്കാന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിനോട് യുകെയിൽ വലിയൊരു ടീമിനെ ഉണ്ടാക്കുന്നതാണ് വേറൊരു വിജയം. ആ ടീമിന്റെ വിജയം കൂടിയാണ്. ഞാനിങ്ങോട്ട് മോള് കയറി നിൽക്കണമെന്ന് നിർബന്ധം പറയാൻ കാരണം തന്നെ ഇവിടെ കിട്ടാനില്ലാത്ത ഒരാളാണ്. അപ്പോ ഒരു നല്ല ഭർത്താവിന്റെ പിന്നിൽ തീർച്ചയായിട്ടും നല്ലൊരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ മനസ്സ് കിട്ടിയത്. അതുകൊണ്ട് അഭിമാനം നിങ്ങൾ അറിയിക്കുന്നുണ്ട്, യാതൊരു സംശയവും വേണ്ട. അല്ലേ, തീർച്ചയായിട്ടും അതിന് സംശയമൊന്നും വേണ്ട, അതിന് കഴിയില്ല. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ അച്ഛനെ ഇവിടെ വരുവാനും അദ്ദേഹത്തിന് ആഗ്രഹം അച്ഛനെ ഞാൻ വ്യക്തിപരമായിട്ട് എന്റെ നന്ദിയും അനുബോധനവും കൂടി അറിയിക്കുന്നു. അന്ന് ഏവർക്കും ഉള്ള